ഹായ് ഓൾ, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ എക്സാം സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ വീഡിയോസും പ്രെഡിക്റ്റ് ചെയ്തെങ്കിലും ഓരോരോ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ കേരള PSCയുടെ ഡിസംബർ 9 നടന്ന മീറ്റിംഗിന്റെ മിനിറ്റ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം നമ്മുടെ സിവിലുകാർക്ക് വരുന്ന ഒരു സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ആണ് ആദ്യം പറയാൻ പോകുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റ്, അതായത് കയർഫെഡിനകത്ത് നമുക്ക് സബ് എഞ്ചിനീയർ ആണ് റിക്രൂട്ട്മെന്റ് ആയിട്ടുള്ളത്. അത് സൊസൈറ്റി കാറ്റഗറിയും ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയും ഉണ്ട്. 2 പാർട്ടായിട്ടായിരിക്കും നോട്ടിഫിക്കേഷൻസ് വരുന്നത്. ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഗസറ്റിൽ പബ്ലിഷ് ആവുന്നതായിരിക്കും. അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സിവിലിനുള്ള ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. നിങ്ങൾക്കറിയാം, സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത് തന്നെ ഡിപ്ലോമ യോഗ്യതയുള്ള പരീക്ഷയായിരിക്കും. അതുകൊണ്ട് തന്നെ ബിടെക്കാർക്കും എംടെക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഒരുപോലെ അപേക്ഷിക്കാനും പരീക്ഷ എഴുതി ജോലി നേടാനുമുള്ള ഒരു അവസരമാണ്. പിന്നീട് നമുക്ക് ടെക്നിക്കലിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഉണ്ട്. പുരാവസ്തു വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. അത് നമുക്ക് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമായിരിക്കും അറിയാൻ സാധിക്കും. സോ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പഠിച്ചു തുടങ്ങാം. ഓവർസിയർ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ ലെവൽ എന്ന് പറയുന്നത് എയുമായി വലിയ രീതിയിൽ സിലബസിൽ വ്യത്യാസമില്ലെങ്കിലും ക്വസ്റ്റ്യൻ പാറ്റേണിൽ വലിയ ചേഞ്ചസ് ഉണ്ട്. അപ്പം അതനുസരിച്ച് 2 എക്സാമിനും സ്വിച്ച് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സും എക്സാം എഴുതാനായിട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻസും ഡീറ്റെയിൽസും അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. താങ്ക് യു.